എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇവിടെ തെങ്ങുണ്ട്. പിന്നെ ഗൈസ് ഒടിഞ്ഞു പോയ വാഴ കുറച്ചുണ്ട് കേട്ടോ. കൊലച്ച വാഴയൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് 5 വീടാണ്. ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും 5 വീടാണ്. അവിടെ അത്യാവശ്യം ഒരു 10 ആളൊക്കെ ഉണ്ടാവും. ഈ ചെടിയും തൊട്ടെന്നറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മുള്ളൊക്കെ ഉണ്ട് കുറേ. ഇതും റോസല പോലത്തെ ചെടിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇപ്പം ഗൈസ് ഇവിടെ ഇങ്ങനെ ഡിസൈനാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഗൈസ് ഭംഗി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അവിടെ ഉണ്ട്, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് കരോ. പിന്നെ എൻ്റെ മാമ ഇത്താച്ചി കൊണ്ട് ഡിസൈനൊക്കെ വെച്ചിരുന്നാണ്. പിന്നെ ഇല വന്നപ്പോൾ ഈ ഭംഗി പോയിട്ടാ തണൽ മരം. ഗൈസ് വീടിൻ്റെ ഫുള്ള് ഗൈസ് ഇതാണ്. ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളും വലിയ പറമ്പാണ് കേട്ടോ അവിടെ ഉള്ളത്. ചെറിയ പറമ്പൊന്നല്ല, അത്യാവശ്യം നല്ല വലുതാണ്. അവിടെ ഒരു വളവുണ്ട് അറ്റത്ത്, അവിടെ വരെ എത്തും. നല്ല വലിയ പറമ്പ്, കാട്, ഒന്നാം തരം കാട്. ഗൈസ് ഫുള്ളായിട്ട് എടുത്ത്. പിന്നെ ഗൈസ് ഇവിടെ തെങ്ങൊക്കെ ഗൈസ് നമ്മുടെ പൂച്ച വലിയ കട്ടോടന്ന്. അപ്പോൾ ഗൈസ് ഇവിടെ പിന്നെ ലാമ്പൊക്കെ ഉണ്ട് കേട്ടോ. സോളാർ ലൈറ്റ്, ലാമ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഗൈസ് എ സി ഇട്ടേക്കണം. എ സിയിലെ ഗൈസ് ഇട്ടേക്കണം. ഹീറ്ററിന് എ സി ഉണ്ട് കേട്ടോ. ഹീറ്ററിന് മോട്ടർ അടിച്ചേക്കണാണ്. പിന്നെ ഗൈസ് ഇവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. ഇവിടെ വാടി ഇതായി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ആ